നമസ്കാരം. സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 ക്രെഡിറ്റ് സൊസൈറ്റി മാനേജ്മെന്റിനെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച റാക്കറ്റിലെ മുഖ്യ സൂത്രധാരൻ പോക്സോ കേസിൽ ബംഗളൂരു പോലീസിന്റെ പിടിയിൽ. തൃശൂർ സ്വദേശിയും നിലവിൽ കൈരളി അഗ്രികൾച്ചറൽ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ജനറൽ മാനേജറുമായ PJ ബിനോജാണ് അറസ്റ്റിലായത്. ബംഗളൂരു പോലീസ് തൃശൂരിൽ നിന്നാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ലിമിറ്റഡിന്റെ മുൻ ലോൺ മാനേജറായിരുന്നു PJ ബിനോജ്. പിന്നീട് ബിനോജ് കൈരളി അഗ്രികൾച്ചറൽ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ജനറൽ മാനേജറായി ജോലിക്ക് കയറി. ഇതിനുശേഷം ICCLനെതിരെ വ്യാജ വാർത്തകൾ പടച്ചുവിട്ട് മാനേജ്മെന്റിനെ ഭീഷണിപ്പെടുത്തുന്ന റാക്കറ്റിനെ നിയന്ത്രിച്ചിരുന്ന മുഖ്യ സൂത്രധാരിൽ ഒരാളായിരുന്നു ഇയാൾ. ഇതിനെതിരെ ഇന്ത്യൻ കോർപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി മാനേജ്മെന്റ് ബംഗളൂരു പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ കൈരളി മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റിയുടെ ചീഫ് ജനറൽ മാനേജർ ശക്തിധരൻ പനോളിയെയും PJ ബിനോജിനെയും തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്തു. ഇവരുടെ കയ്യിൽ നിന്നും മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും പിടിച്ചെടുത്തു. തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനകൾക്കിടയിലാണ് പിഞ്ചു കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ ബിനോജിന്റെ മൊബൈലിൽ നിന്നും കണ്ടെടുക്കുന്നത്. ബംഗളൂരു പോലീസ് സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. PJ ബിനോജിനെ വിശദമായ ചോദ്യം ചെയ്യലിനു വേണ്ടി ബംഗളൂരുവിലേക്ക് പോലീസ് കൊണ്ടുപോവുകയും ചെയ്തു. കേരള പോലീസിന്റെ സഹായത്തോടെയാണ് ഇദ്ദേഹത്തെ ബംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇദ്ദേഹത്തിനെതിരെ നിരന്തരം ഇത്തരം പരാതികൾ ഉയർന്നു വന്നിരുന്നു. ബിനോജിന്റെ പിതാവ് ജോസും മുൻപ് പോക്സോ കേസിൽ പ്രതിയായി ജയിൽ ശിക്ഷ അനുഭവിച്ച വ്യക്തിയാണെന്ന് പോലീസ് പറഞ്ഞു.